ഡോക്ടർ സ്കിൻ ആരോഗ്യം അമൂല്യം. സമർപ്പിക്കുന്നത് ഡോക്ടർ സ്കിൻ ക്ലിനിക്, ചെറുട്ടി റോഡ്, കോഴിക്കോട്. സ്കിൻ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരൊറ്റ സൊല്യൂഷൻ. ഡോക്ടർ സ്കിൻ. അത്യാധുനിക സൗന്ദര്യവർദ്ധക ട്രീറ്റ്മെന്റുകളും എല്ലാ ത്വക്ക് ചികിത്സകളും വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ. കേരളത്തിൽ ഏറ്റവുമധികം ബ്രാഞ്ചുകളുള്ള സ്കിൻ കെയർ ക്ലിനിക് ഡോക്ടർ സ്കിൻ, ചെറുട്ടി റോഡ്, കോഴിക്കോട്. കോൾ 8281305000. സ്കിന്നിന് ഇനി ഡോക്ടർ സ്കിൻ. സൗന്ദര്യ സംരക്ഷണം ഹോമിയോപ്പതിയിലൂടെ, ഇതേക്കുറിച്ച് സംസാരിക്കുന്നു കോഴിക്കോട് ഗവൺമെന്റ് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജിലെ പ്രൊഫസർ ഡോക്ടർ KR മൻസൂർ അലി. ഇന്നത്തെ തലമുറ ഏറെ ശ്രദ്ധിക്കുന്ന ഒന്നാണ് സൗന്ദര്യ സംരക്ഷണം. അല്പം മുടി കൊഴിഞ്ഞാൽ മുഖത്ത് ഒരു കുരുവോ പാടോ വന്നാൽ തന്നെ പലർക്കും ആദിയാണ്. തിരക്കിനിടയിൽ മുടി സംരക്ഷണത്തിന് ആവശ്യമായ സമയം ലഭിക്കുന്നില്ല എന്നാണ് പലരുടെയും പരാതി. എന്നാൽ അല്പം ശ്രദ്ധ ചെലുത്തിയാൽ, ഉറക്കവും ഭക്ഷണവും സമയത്തിനാക്കിയാൽ ചർമ്മത്തിന്റെ തിളക്കവും മുടിയുടെ അഴകും ആരോഗ്യവും നിലനിർത്താം. സൗന്ദര്യ സംരക്ഷണത്തിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനും ജീവിത രീതികൾക്കും നിർണായകമായ സ്വാധീനമുണ്ട്. സൗന്ദര്യവർദ്ധക ലേപനങ്ങൾ തൊലിക്ക് യൗവനം നൽകുമെന്ന് വാഗ്ദാനം ചെയ്യാറുണ്ട്. അതിൻ്റെ പിന്നിലൊരു രഹസ്യമുണ്ട്. പ്രസ്തുത ക്രീമുകളിലെ രാസവസ്തുക്കൾ തൊലിയിലെ രക്തോട്ടം കൂട്ടുകയും ചർമ്മം തുടുത്തതായും പുതുമയാർന്നതുമായി തോന്നിപ്പിക്കുകയും ചെയ്യും. ചർമ്മത്തിന്റെ ബാഹ്യഭംഗിയിൽ വ്യത്യാസം വന്നേക്കാം. ഇത് താൽക്കാലികം മാത്രമാണ്. പാർശ്വഫലങ്ങൾ അതിന് പിന്നാലെ വരും. രൂക്ഷമായ രാസവസ്തുക്കളിൽ നിന്നും അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്നുമുള്ള സംരക്ഷണം മാത്രമാണ് മിക്കവാറും ലേപനങ്ങൾക്ക് നൽകാൻ കഴിയുന്നത്. ശരിയായ ജീവിതചിട്ടകളും സമീകൃത ആഹാരവും വ്യായാമവും നിലനിർത്തിയാൽ പോലും ചർമ്മരോഗങ്ങൾ കണ്ടുവരാറുണ്ട് എന്നതും വസ്തുതയാണ്. ചെറിയ തോതിലുള്ള മുടികൊഴിച്ചിൽ മിക്കവരിലും കണ്ടുവരുന്നതും സാധാരണയുമാണ്. ബലക്കുറവുള്ളതും പഴകിയതുമായ മുടികൾ കൊഴിഞ്ഞ് പുതിയ മുടികൾ സ്വാഭാവികമായി തന്നെ ഉണ്ടാവുന്നതാണ്. എന്നാൽ അമിതമായ മുടികൊഴിച്ചിൽ രോഗാവസ്ഥയായി കണക്കാക്കേണ്ടതും ചികിത്സ തേടേണ്ടതുമാണ്. മുടികൊഴിച്ചിൽ ഉള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: മുടി വൃത്തിയായി സൂക്ഷിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. നനഞ്ഞ മുടി പിന്നിയിടുകയോ കെട്ടിയിടുകയോ ചെയ്യരുത്. മുടികൊഴിച്ചിൽ ഉള്ളവർ സ്ഥിരമായി ഷാമ്പു ഉപയോഗിക്കാൻ പാടില്ല. ഷാമ്പു തലയിൽ നേരിട്ട് ഉപയോഗിക്കരുത്. വെള്ളത്തിൽ കലർത്തിയതിന് ശേഷം മാത്രം തലയിൽ തേക്കുക. വളരെ വില കൂടിയ ഹെയർ ഓയിലുകൾ ഉപയോഗിക്കുന്നതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. സാധാരണ വെളിച്ചെണ്ണ ആയാലും മതി. അത് നന്നായി തലയോട്ടിയിൽ മസാജ് ചെയ്ത് പിടിപ്പിക്കണം. മുടിയിൽ തേച്ചിട്ട് കാര്യമില്ല. മസാജ് ചെയ്യുന്നത് വഴി രക്തചംക്രമണം കൂടുകയും മുടി വളർച്ചയ്ക്ക് കാരണമാവുകയും ചെയ്യും. പൈപ്പ് വെള്ളത്തിലുള്ള ഉയർന്ന ക്ലോറിൻ, ഉപ്പ് എന്നിവ മുടിക്ക് ഹാനികരമാണ്. ഇതൊഴിവാക്കാൻ വെള്ളം ശുദ്ധീകരിക്കുന്ന ഫിൽട്ടർ സ്ഥാപിക്കുകയോ തലേ ദിവസം തന്നെ ബക്കറ്റിൽ വെള്ളം ശേഖരിച്ച് വെക്കുകയോ ചെയ്യാവുന്നതാണ്. ശ്രദ്ധയോടെ മാത്രം തലയിൽ എണ്ണ തേക്കുക. വിയർത്തിരിക്കുമ്പോഴും നനഞ്ഞ മുടിയിലും എണ്ണ തേക്കരുത്. എണ്ണ തേച്ചതിന് ശേഷം വിയർക്കുന്ന വ്യായാമങ്ങൾ ചെയ്യാതിരിക്കുക. രാത്രി കിടക്കുമ്പോൾ എണ്ണ തേച്ച് രാവിലെ കഴുകിക്കളയുന്നത് തെറ്റായ രീതിയാണ്. വളരെയേറെ ബലം പ്രയോഗിച്ച് മുടി ചീകരുത്. വലിച്ചു കെട്ടുകയും ചെയ്യരുത്. നീണ്ട മുടിയുള്ളവർ മുടിയുടെ താഴ്ഭാഗം ആദ്യം ചീകുക, പിന്നെ മധ്യഭാഗം, പിന്നെ തലയോട്ടിയോട് ചേർന്ന ഭാഗം എന്ന ക്രമത്തിൽ ചീകേണ്ടതാണ്. മുടികൊഴിച്ചിൽ ഉള്ളവർ തുടരെ മുടി ചീകുന്നത് ഒഴിവാക്കുക. വളരെ അടുത്ത പല്ലുകളുള്ള ചീപ്പ് ഒഴിവാക്കുന്നതാണ് നല്ലത്. താരനുള്ളവർ ദിവസേന മുടി നന്നായി ചീകേണ്ടതാണ്. താരന് കെമിക്കൽ അടങ്ങിയ ഷാമ്പു സ്ഥിരമായി ഉപയോഗിക്കുന്നത് മുടികൊഴിച്ചിലിന് കാരണമാവും. താരൻ ചീപ്പ് ഉപയോഗിച്ചാൽ മറ്റുള്ളവരിലേക്ക് പകരുന്ന രോഗമല്ല. സ്ട്രൈറ്റനിങ്, പോളിഷിംഗ് എന്നിവ ചെയ്യുന്നത് പലപ്പോഴും മുടിയിഴകൾക്ക് ഹാനികരമാണ്. നമ്മുടെ മുടിയുടെ നിറമോ അളവോ നീളമോ എത്ര ആയിരുന്നാലും ശരി, അത് വൃത്തിയായി സൂക്ഷിക്കുന്നതും ചീകി വെക്കുന്നതുമാണ് പ്രധാനം. സൗന്ദര്യ സംരക്ഷണത്തിനും മറ്റ് ചർമ്മരോഗങ്ങൾക്കുമായി പ്രത്യേകം OP തന്നെ കോഴിക്കോട് ഗവൺമെന്റ് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. സൗന്ദര്യ സംരക്ഷണം ഹോമിയോപ്പതിയിലൂടെ, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് കോഴിക്കോട് ഗവൺമെന്റ് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജിലെ പ്രൊഫസർ ഡോക്ടർ KR മൻസൂർ അലി. ഡോക്ടർ സ്കിൻ ആരോഗ്യം അമൂല്യം. സമർപ്പിച്ചത് ഡോക്ടർ സ്കിൻ ക്ലിനിക്, ചെറുട്ടി റോഡ്, കോഴിക്കോട്. സ്കിന്നിന് ഇനി ഡോക്ടർ സ്കിൻ.